നോക്കൂ, ഇവിടെ നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചത് അതിന്റെ വിപരീത ഫലമാണ് ഉണ്ടായത്. റിമ, പാർവതി, അനിഹ കൂടാതെ ഈ അടുത്ത് ദേശീയ അവാർഡ് ജേതാവായ അപർണ ബാലമുരളിയും ഈ ആവശ്യവുമായി രംഗത്ത് വരുന്നത് കണ്ടു. പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന മുൻവിധിയോടെ അപേക്ഷകൾ സ്വീകരിച്ചിരുന്ന ഒരു കാലത്ത് സ്ത്രീയാണെന്ന കാരണത്താൽ സ്വന്തം കഴിവുകൾ തെളിയിക്കാൻ അവസരം നിഷേധിക്കരുത് എന്ന് സാക്ഷാൽ JRD ടാറ്റയ്ക്ക് നേരിട്ട് കത്തെഴുതി ടെൽക്കോയിലെ ആദ്യ വുമൺ എഞ്ചിനീയറായി സുധാമൂർത്തി മാറിയപ്പോൾ അവർക്ക് തരണം ചെയ്യേണ്ടി വന്നത് ഇതുപോലെയുള്ള നിരവധി നാട്ടുനടപ്പുകളും മുൻവിധികളും കൂടിയായിരുന്നു. ഒരു ജോലിക്ക് ആരെ എടുക്കണം, എത്ര പ്രതിഫലം കൊടുക്കണം എന്ന് ഒരു നിർമ്മാതാവ് കണക്കാക്കുന്നത് ആ ജോലി ചെയ്താൽ നിർമ്മാതാവിന് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുമ്പോഴാണ്. തൊഴിൽ മേഖലകളിൽ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഇടയ്ക്കിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വേതനത്തിലുള്ള തുല്യത എന്നത്. റിമ, പാർവതി, അനിഹ കൂടാതെ ഈ അടുത്ത് ദേശീയ അവാർഡ് ജേതാവായ അപർണ ബാലമുരളിയും ഈ ആവശ്യവുമായി രംഗത്ത് വരുന്നത് കണ്ടു. ഫെമിനിസ്റ്റ് എന്ന് സ്വയം വിലാസപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. തുല്യമായി ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ പക്ഷപാതം പാടില്ലെന്നും സ്ത്രീ ശാക്തീകരണത്തിന് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുക എന്നത് അത്യാവശ്യമാണെന്നും അവർ വാദിക്കുന്നു. ഈ വാദത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിലും ഈ ഒരു വാദം യഥാർത്ഥത്തിൽ ഒരു നല്ല ഫലം സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അധികമാരും അന്വേഷിക്കാൻ പോകാറില്ല. ഒരു ജോലിക്ക് ആരെ എടുക്കണം, എത്ര പ്രതിഫലം കൊടുക്കണം എന്ന് ഒരു നിർമ്മാതാവ് കണക്കാക്കുന്നത് ആ ജോലി ചെയ്താൽ നിർമ്മാതാവിന് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുമ്പോഴാണ്. അഭിനേതാക്കളായാലും മറ്റു സാങ്കേതിക പ്രവർത്തകരായാലും ഇത് തന്നെയാണ് വലിയ ഘടകം. നിങ്ങളുടെ കഴിവുകൾ മാറ്റി സ്ഥാപിക്കാവുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രകടനം കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന പ്രതിഫലം തരാൻ ആളുകൾ തയ്യാറാകില്ല. ഇനി ഈ തോന്നൽ എന്നതിൽ നിർമ്മാതാക്കളുടെ പലതരത്തിലുള്ള പക്ഷപാതങ്ങൾ സ്വാധീനിക്കുന്നുണ്ടാകും. സമൂഹത്തിൽ നിലനിൽക്കുന്ന പുരുഷാധിപത്യം കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും കഴിവ് കുറവാണ്, അവർക്ക് ജോലി ചെയ്യുന്നതിൽ കാര്യക്ഷമത ഉണ്ടാകില്ല, കാലങ്ങളായി പുരുഷന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ സ്ത്രീകൾ ചെയ്താൽ ശരിയാകില്ല എന്ന തരത്തിലുള്ള നിരവധി മുൻവിധികൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് സമൂഹത്തിന്റെ ആ പ്രതിഫലനം ഇവിടെയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന മുൻവിധിയോടെ അപേക്ഷകൾ സ്വീകരിച്ചിരുന്ന ഒരു കാലത്ത് സ്ത്രീയാണെന്ന കാരണത്താൽ സ്വന്തം കഴിവുകൾ തെളിയിക്കാൻ അവസരം നിഷേധിക്കരുത് എന്ന് സാക്ഷാൽ JRD ടാറ്റയ്ക്ക് നേരിട്ട് കത്തെഴുതി ടെൽക്കോയിലെ ആദ്യ വുമൺ എഞ്ചിനീയറായി സുധാമൂർത്തി മാറിയപ്പോൾ അവർക്ക് തരണം ചെയ്യേണ്ടി വന്നത് ഇതുപോലെയുള്ള നിരവധി നാട്ടുനടപ്പുകളും മുൻവിധികളും കൂടിയായിരുന്നു. എന്നാൽ ഇതിന്റെ പരിഹാരമായി ഫെമിനിസം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിർദ്ദേശിക്കുന്നത് തുല്യവേതനം നിർബന്ധിതമായി നടപ്പാക്കുക എന്നതാണ്. എന്താണ് തുല്യവേതനം കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ? യഥാർത്ഥത്തിൽ അത് സ്ത്രീകളെ ശാക്തീകരിക്കുവാൻ സഹായിക്കുമോ? ഇല്ല എന്നതാണ് ഉത്തരം. സ്ത്രീപക്ഷം എന്ന് നമ്മൾ കരുതുന്ന ഇത്തരം തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധമാകുകയാണ് ചെയ്യുന്നത്. നൊബേൽ സമ്മാന ജേതാവായ മിൽട്ടൺ ഫ്രിഡ്മാൻ നമ്മുടെ എക്കോണമിയിൽ ഇതിന്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഒരു ജോലി സ്ത്രീകളെക്കാൾ നല്ല പോലെ ചെയ്യാൻ കഴിയുക പുരുഷന്മാർക്കാണ് എന്ന് ആളുകൾക്ക് തോന്നുന്നതിന് രണ്ട് തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകും. ഒന്നുകിൽ യഥാർത്ഥത്തിൽ വിവിധ കാരണങ്ങളാൽ അങ്ങനെ ഒരു വൈദഗ്ധ്യത്തിന്റെ അഭാവം സ്ത്രീകൾക്കുണ്ടാകാം, അല്ലെങ്കിൽ ആളുകളുടെ തെറ്റായ മുൻവിധികൾ കാരണം അങ്ങനെ സംഭവിക്കാം.
ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് ഈ ജോലിയിൽ നല്ലത് എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അതിന് എതിരെ സ്ത്രീകൾക്കുള്ള ഏക നേട്ടം എന്നത് കുറഞ്ഞ വേതനത്തിൽ ആ ജോലി ചെയ്യുക എന്നുള്ളതാണ്. തിരിച്ച് സ്ത്രീകൾക്ക് മുൻഗണന ഉള്ള ജോലികളിൽ പുരുഷന്മാർക്കും അങ്ങനെ തന്നെ ചെയ്യാം. തുല്യ വേതനം ഉറപ്പാക്കുന്നതിലൂടെ അങ്ങനെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ സ്ത്രീകളെ വിവേചനപരമായി സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ തെറ്റായ മുൻവിധികൾക്ക് ഒരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല. അയാൾ പുരുഷന്മാരെ വെച്ചാലും സ്ത്രീകളെ വെച്ചാലും ഒരേ വേതനമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് തന്റെ വിവേചനം കൂടുതൽ കാണിക്കുന്നതിലൂടെ ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. മാത്രവുമല്ല, കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അവസരങ്ങൾ കൂടെ ഇവിടെ നഷ്ടമാവുകയാണ്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും മേഖലയിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കഴിവ് കുറവാണെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ അവസരം ലഭിക്കുന്ന സ്ത്രീകൾക്ക് അതുവഴി തങ്ങളുടെ കഴിവുകളും അറിവും മെച്ചപ്പെടുത്താനും അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട വേതനം സ്വന്തമാക്കാനും കഴിയും. ഇതാണ് സ്വാഭാവികമായി ഒരാൾക്ക് ഉയർന്നു വരുവാനുള്ള വഴി. തുല്യ വേതനം നിർബന്ധമാക്കിയാൽ സ്ത്രീകളുടെ ഈ അവസരവും കൂടെയാണ് ഇല്ലാതെയാകുന്നത്. ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു നിർമ്മാതാവിന് തന്റെ സിനിമയിൽ ഒരു സിനിമാറ്റോഗ്രാഫറെ ആവശ്യമുണ്ടെന്നും സ്ത്രീകൾക്ക് ഈ മേഖലയിൽ കഴിവൽപ്പം കുറവാണ് എന്ന് സങ്കല്പിക്കുക. തുല്യ വേതനമാണ് അവിടെ ഉള്ളത് എങ്കിൽ ആ ജോലി സ്വാഭാവികമായും തന്റെ സിനിമ വിജയിപ്പിക്കാൻ ആരെ നിയമിച്ചാലാണ് കൂടുതൽ സാധ്യത എന്ന് നിർമ്മാതാവിന് തോന്നുന്നു, അയാളിലേക്ക് ആ ജോലി പോകും. സ്വാഭാവികമായും ഇത് കഴിവ് കൂടുതലുള്ള പുരുഷന്മാരിലേക്കാവും പോകുന്നത്. ഇനി കഴിവ് കുറഞ്ഞ സ്ത്രീകൾക്ക് ഉയർന്ന വേതനം നിർബന്ധമായും കൊടുക്കേണ്ടി വരുമ്പോൾ നിർമ്മാതാക്കൾക്ക് അവർ കരുതുന്നതിനേക്കാൾ ഉയർന്ന തുക കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മുടക്കുമുതൽ തിരിച്ചു കിട്ടും എന്ന വിശ്വാസം താരതമ്യേന അവർക്ക് കുറവായിരിക്കും. ഇതിന്റെ ഫലമായി സിനിമയിൽ മുതൽ മുടക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരും. ഇതെല്ലാം കഴിഞ്ഞു ബാക്കി വരുന്ന അവസരങ്ങൾ മാത്രമേ സ്ത്രീകൾക്ക് തുല്യ വേതനം നടപ്പാക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നുള്ളൂ. ഇത് കൂടുതൽ കഴിവ് നേടാനും അവർക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. നോക്കൂ, ഇവിടെ നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചത് അതിന്റെ വിപരീത ഫലമാണ് ഉണ്ടായത്. ഇനി തുല്യമായ കഴിവുകൾ അല്ലെങ്കിൽ കൂടുതൽ കഴിവുകൾ ഉണ്ടായിട്ടും മുൻവിധികൾ മൂലം അവരെ ഒഴിവാക്കുകയാണ് എന്നിരിക്കട്ടെ. തുല്യവേതനം നിർബന്ധമല്ലാത്ത സാഹചര്യത്തിൽ സ്ത്രീകളെ ഒഴിവാക്കുന്നത് മൂലം സെക്സിസ്റ്റായ ആളുകൾക്ക് കൂടുതൽ ചെലവ് വഹിക്കേണ്ടി വരുന്നു. അതായത് ഒരേ കഴിവുണ്ടായിട്ടും പുരുഷൻ ഉയർന്ന തുകയ്ക്കും സ്ത്രീ കുറഞ്ഞ തുകയ്ക്കുമാണ് ജോലി ചെയ്യാൻ തയ്യാറാകുന്നത്. അപ്പോൾ തന്റെ മുൻവിധി കാരണം പുരുഷനെ നിയമിക്കാൻ അവർക്ക് കൂടുതൽ തുക മുടക്കേണ്ടി വരും. തന്റെ അനാവശ്യ മുൻവിധികൾ മൂലം കൂടുതൽ ചെലവ് വഹിക്കേണ്ടി വരും എന്ന് തിരിച്ചറിയുന്ന ആളുകൾ പതിയെ അത് മാറ്റിവെക്കാൻ നിർബന്ധിതരാകും. അല്ലാത്ത പക്ഷം അയാളുടെ ബിസിനസ്സിനെ ആ മുൻവിധി ഇല്ലാതാക്കും. കൂടാതെ കഴിവുള്ള സ്ത്രീകൾക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്നത് കൂടുതൽ അവസരവും ഒഴുകുന്നു. അങ്ങനെ അവരുടെ കഴിവ് തെളിയിക്കപ്പെടുന്നതിനും അവർക്ക് അർഹതപ്പെട്ട വേതനം ലഭിക്കുവാനും സഹായകമാകുന്നു. അനന്തരഫലങ്ങളെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാൻ ശ്രമിക്കാതെ ഉദ്ദേശശുദ്ധി കൊണ്ട് മാത്രം ഇത്തരം ആവശ്യങ്ങളെ പരിഗണിക്കുന്നത് കൊണ്ടാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ഇത്തരം വാദങ്ങൾ സ്ത്രീ വിരുദ്ധമായി പരിണമിക്കുന്നത്. തെറ്റായ കാരണങ്ങൾ കൊണ്ട് വിവേചനം കാണിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യുന്നത് കൊണ്ട് നഷ്ടം ഉണ്ടാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് ആവർത്തിക്കപ്പെടാൻ അവർക്ക് പ്രേരണ ആകുകയാണ് ചെയ്യുക. എന്നാൽ തുല്യവേതനം നിർബന്ധമാക്കുന്നതിലൂടെ ആ നഷ്ടം അവർക്ക് വഹിക്കേണ്ട കാര്യമില്ലാതെയാകും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് കരുതി ഉയർത്തുന്ന ഇത്തരം വാദങ്ങൾ അവരെ പുറകോട്ടടുപ്പിക്കുന്നതിന് ആക്കം കൂട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സാമ്പത്തിക ശാസ്ത്രത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ മിൽട്ടൺ ഫ്രിഡ്മാൻ 1978 തന്റെ പ്രസംഗത്തിൽ ഇത് വിശദീകരിച്ചപ്പോൾ എതിർത്ത ഒരു ഫെമിനിസ്റ്റിനോട് മിൽട്ടൺ ഫ്രിഡ്മാൻ പറഞ്ഞു, "ഐ ആം ഓൺ യുവർ സൈഡ്, ബട്ട് യു ആർ നോട്ട്." ഇന്നത്തെ കാലത്തും വളരെ പ്രസക്തമായി ഈ വാക്കുകൾ നിലനിൽക്കുന്നു. മലയാളത്തിലെ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ പാർവതി തെരുവത്ത് നല്ല മികച്ച ഒരു നടിയാണ്. ആളുടെ ഉദ്ദേശവും ചിലപ്പോൾ നല്ലതായിരിക്കാം. പക്ഷേ
തുല്യ വേതനം വേണം, സ്ത്രീകൾക്ക് സിനിമയിൽ സംവരണം വേണം തുടങ്ങി സ്ത്രീകൾക്ക് തുല്യത വേണം, അനീതി ഇല്ലാതാക്കണം എന്ന പേരിൽ ഇവരടക്കമുള്ള ചില ഫെമിനിസ്റ്റുകൾ ഉന്നയിക്കുന്ന പല നിലപാടുകളും വളരെ റിഗ്രസീവും ദുരന്തവും സ്ത്രീകളെ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അകറ്റുവാൻ ഇടയാക്കുന്നതുമാണ്. മിനിമം വേതനം വർദ്ധിപ്പിക്കണം എന്ന വാദവും അങ്ങനെ തന്നെ. ഇത്തരം ബാലിശമായ ആവശ്യങ്ങളൊക്കെ ഭയങ്കര പുരോഗമനമായി കാണുന്ന ഒരുപാട് പേർ ഇവിടെ ഉണ്ട് എന്നത് അതിനേക്കാൾ വലിയ ദുരന്തം. ഒരാളുടെ വേതനം അയാൾക്ക് വേതനം കൊടുക്കുന്ന ആളിന് എത്രത്തോളം ആദായം ലഭിക്കും എന്നതിനെ കുറിച്ചുള്ള പ്രതീക്ഷകളെ അടിസ്ഥാനമാക്കിയാണ് കൊടുക്കുക. അതിൽ നടീനടന്മാരെ സംബന്ധിച്ചുള്ള വലിയ ഒരു ഘടകം എത്രത്തോളം ആളുകളെ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ അവർക്ക് കഴിയും എന്നതാണ്. അല്ലാതെ അവർ എടുക്കുന്ന അധ്വാനമോ അഭിനയത്തിന്റെ കഴിവോ എക്സ്പീരിയൻസോ ഒന്നുമല്ല ആത്യന്തികമായി വിഷയമാകുന്നത്. അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നത് ഓരോ ആളുകളും ആത്മനിഷ്ഠമായാണ് വിലയിരുത്തുക. അവിടെ വസ്തുനിഷ്ഠമായി കൂടിയെന്നോ കുറഞ്ഞോ എന്നോ പറയാൻ കഴിയില്ല. തികച്ചും ആത്മനിഷ്ഠമായ ഈ മൂല്യനിർണയത്തിൽ നിർമ്മാതാവിന് അയാളുടെ ബയാസുകളടക്കം പലവിധ കാര്യങ്ങൾ കൊണ്ട് തെറ്റുപറ്റാം. എന്നാൽ അങ്ങനെ തെറ്റിയാൽ അയാൾക്ക് മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. നഷ്ടം അയാൾ തന്നെ സഹിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കഴിവുണ്ടോ ഇല്ലയോ, എത്ര ശമ്പളം കൊടുക്കണം, ആരെ എടുക്കണം, എല്ലാം നിർമ്മാതാവിന്റെ വിവേചനത്തിന് തന്നെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. കഴിവുള്ള നടീനടന്മാർക്ക് ആണായാലും പെണ്ണായാലും അവരുടെ കഴിവിനനുസരിച്ച് അല്ല പ്രതിഫലം ലഭിക്കുന്നത് എന്ന് തോന്നിയാൽ നിർമ്മാതാവിന്റെ ഓഫർ സ്വീകരിക്കാതെ ഇരിക്കാം. തങ്ങളുടെ കഴിവുകൾക്ക് മൂല്യം കൽപ്പിക്കുന്ന ആളുകളുടെ സിനിമയിൽ പോകാം. അവിടെ തുല്യത എന്നും പറഞ്ഞ് നിർമ്മാതാവിന് തോന്നുന്ന മാർക്കറ്റ് വാല്യൂ ഒന്നും നോക്കാതെ സ്ത്രീകൾക്കും ഒരുപോലെ ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ, മുകളിൽ പറഞ്ഞത് ആവർത്തിച്ചാൽ സ്ത്രീകൾക്ക് നിലവിലുള്ള സാധ്യതകൾ കൂടെ ചുരുങ്ങുക എന്ന അവസ്ഥയേ ഉണ്ടാകും. ഇനി അതും പരിഹരിക്കാൻ സംവരണം വെക്കണം, അല്ലെങ്കിൽ വിവേചനമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകം തന്നെ വിജയനിരക്ക് കുറഞ്ഞിരിക്കുന്ന സിനിമ എന്ന വ്യവസായം തന്നെ പച്ച തൊടില്ല. ഉള്ള നിർമ്മാതാക്കൾക്ക് തന്നെ നിർത്തി പോകേണ്ട അവസ്ഥയാകും. ഇനി ഇതൊന്നും ശരിയല്ല, വിവേചനമാണ് എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ പണം മുടക്കി സ്ത്രീകൾക്ക് ഉയർന്ന ശമ്പളം കൊടുത്തും സംവരണം കൊടുത്തും സിനിമ ഇറക്കുന്നതിന് ആരും തടസ്സം നിൽക്കുന്നുമില്ല. അവരുടെ തോന്നലാണ് ശരിയെങ്കിൽ വിവേചനം നടത്തുന്ന നിർമ്മാതാവിനേക്കാൾ ലാഭം അവർക്ക് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. അത് ചെയ്താൽ മതിയല്ലോ. മറ്റുള്ളവർ ഇവരുടെ ഇഷ്ടത്തിന് സിനിമ പിടിക്കണം എന്ന് വാശി പിടിക്കേണ്ട കാര്യവുമില്ല. തുല്യ വേതനം, മിനിമം വേതനം തുടങ്ങിയവ സിനിമ എന്നല്ല ഏത് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളും അത് എങ്ങനെ നിങ്ങൾ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ തന്നെ നെഗറ്റീവായി ബാധിക്കുന്നു എന്നതും തുടക്കത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പാർവതി എത്ര നല്ല ഉദ്ദേശത്തോടെയാണ് ഇതൊക്കെ പറയുന്നത് എങ്കിലും ഇത്തരം ദുരന്തവാദങ്ങൾ ഒന്നും പുരോഗമനമാകുകയേയില്ല.